എടാ കുഞ്ചു, എന്താ ഇന്ന് നിന്റെ ഫസ്റ്റ് ഡേയ്സ് ആണോ? അതെല്ലോ. നിനക്കോ? എനിക്കിന്ന് 2ാം ദിവസമാണ്. അപ്പോ നീ ഇന്നലെയും വന്നിരുന്നു. എന്റെ അച്ഛൻ വളരെ പ്രശസ്തനല്ലേ, അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം മുന്നേ ക്ലാസ് റൂം കാണാൻ പറ്റി. കുട്ടികളെ സംസാരിക്കല്ലേ, മാഷിന് കുറച്ച് തിരക്കുണ്ട്. നിന്റെ അച്ഛൻ പ്രശസ്തനാണോ? എല്ലാവർക്കും എന്റെ അച്ഛൻ അറിയാം. നിന്റെ അച്ഛന്റെ പേരെന്താ? മല്ലുലാൽ പൊറോട്ടക്കാരൻ. അയ്യോ, അത് പൊറോട്ട വിൽക്കുന്ന ആളല്ലേ? അതെ, എനിക്ക് അഭിമാനാണ്. അവന്റെ ഒരു നാട്യം. നീ പണക്കാരനാണോ അതോ പാവപ്പെട്ടവനാണോ? ഞാൻ പണക്കാരനാണ്. നീയോ? വെറുതെ പണക്കാരെന്ന് പറയാം. അതെ അതെ, ഞാനും പണക്കാരനാ. എന്താ? ഇത് എന്റെ സ്ഥലാണ്, ഇവിടുന്ന് എഴുന്നേൽക്കൂ. മാഷ് വല്ല ഉറക്കത്തിലായി. ആഹാ, അതൊന്നും പറ്റൂല. ഞാനിവിടുന്ന് എഴുന്നേൽക്കത്തില്ല. നീ ബാക്കിലെ ബെഞ്ചിൽ പോയിട്ട് ഇരുന്നോളൂ. എനിക്ക് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കണം. ആഹാ, കൊള്ളാലോ. പിന്നിലെ ബെഞ്ചിൽ പോയിട്ട് ഇരുന്നോളൂ. ഇനി ഫസ്റ്റ് ബെഞ്ചിൽ എല്ലാ ദിവസവും ഞാനായിരിക്കും. എന്താ, ഇവിടെ നിന്റെ പേര് എഴുതിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്താ, ഇന്ന് തന്നെ എഴുതാം. അതിന് നിനക്ക് പേരെഴുതാൻ അറിയാമോ? ഇല്ലടാ. അതിനെന്താ? എന്നാ പിന്നെ നീ എങ്ങനെ പേരെഴുതും? നിനക്കറിയാമോ? ഇല്ല, എനിക്കറിയില്ല. ഇന്ന് ഫസ്റ്റ് ഡേയ്സ് അല്ലേ. ആഹാ, എല്ലാരും സീറ്റിലിരിക്കൂ. ആഹാ മോനെ, നീ എന്താ പിന്നിലിരിക്കുന്നേ? അത് മാഷേ, എന്നെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ സമ്മതിച്ചില്ല. ഫസ്റ്റ് ദിവസം തന്നെ ടീച്ചറുടെ മകനോട് നീ തർക്കിച്ചല്ലോടാ. അവൻക്ക് അങ്ങനെ കിട്ടണം. അത് മാഷേ, എനിക്ക് കുറച്ച് കുരുത്തക്കേടുള്ള കുട്ടികളോട് കളിക്കാനാ ഇഷ്ടം. എന്റെ അച്ഛനും ഇതേ രീതിയിൽ തന്നെ പോകുന്നത്. പൊറോട്ട ഉണ്ടാക്കുന്നതിൽ എന്ത് അപകടം? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്റെ അച്ഛൻ ചെയ്യുന്നത് തീയിൽ നിന്ന് പരത്തിയെടുത്താണ് പൊറോട്ട ചുടുന്നത്. അതറിയാമോ നിനക്ക്? ഞാനും കുറെ കണ്ടിട്ടുണ്ട്. പൊറോട്ടയും കയ്യും എടുത്ത് തീയിലേക്ക് എടുത്ത് വെക്കലല്ലോ, അതിന് പ്രത്യേകം തവിയുണ്ട്. അതറിയാമോ നിനക്ക്? എനിക്ക് എപ്പോഴും എന്തേലും കാരണമുണ്ടാവും പറയാൻ. എന്റെ വീട്ടില് തവിയൊക്കെ ഉണ്ട്, പക്ഷെ അത് എന്നെ അടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അയ്യോ, നിന്നെ അടിക്കാറുണ്ടോ? നിന്നെ അടിക്കാറില്ലേ? എന്നെ അടിക്കാൻ വരുന്നതിന് മുമ്പേ ഞാനിട്ട് കഴിയും. അതുകൊണ്ട് എന്നെ ആരും അടിക്കാറില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ബാത്റൂമിൽ പോവാൻ മുട്ടുന്നൂടാ. ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യോ? നീ മാഷോട് പറയടാ ബാത്റൂമിൽ പോകണമെന്ന്. മോശം മോശം. സ്കൂളിൽ വരുന്നതിന് മുന്നേ അതൊക്കെ ചെയ്തിട്ട് വന്നൂടായിരുന്നോ? നിനക്ക് പൊങ്ങച്ചം പറയാൻ ഭയങ്കര മിടുക്കനാണല്ലോ. ഇത്ര നേരം നീ ഹെയറിൽ ഇങ്ങനെ പറന്നു കളിക്കുകയായിരുന്നില്ലേ? പ്ലീസ് ഡാ, പ്ലീസ്, നീ ഒന്ന് പറയടാ. നിനക്കല്ലേ പോവേണ്ടത്, നീ തന്നെ പറ. ഇന്ന് ആദ്യ ദിവസമല്ലേടാ, ഞാൻ എങ്ങനെ പറയും? നിങ്ങൾ കുറെ നേരമായല്ലോ, എന്തു പറ്റി? എന്തോ നിങ്ങൾക്ക് പറയാനുണ്ടോ? അത് സർ, ഇവനിക്ക് കക്കൂസിൽ പോവണം പോലും. ഇവനിക്ക് സാറിനോട് പറയാൻ എന്തോ ഒരു മടി. നിങ്ങൾ എന്ത് രീതിയിലാണ് സംസാരിക്കുന്നത്? നിങ്ങൾ സ്കൂളിലെത്തിയില്ലേ? നിങ്ങൾ കുറച്ച് അച്ചടക്കം പഠിക്കണം. ഇങ്ങനെ പറയണം. സർ, മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ്? സർ, എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനോട് ഞാൻ ഇതുപോലെ തന്നെ സംസാരിക്കാറ്. വെരി ഗുഡ്. സർ, എന്ത് പറ്റി? സർ, ഇവന്റെ അച്ഛന് പൊറോട്ട വിൽക്കലാണ് ജോലി. ഇവന്റെ വീട്ടിൽ എല്ലാവരും ഇതുപോലെ തന്നെയാണ് സംസാരിക്കാറ്. ഞാൻ തരേണ്ടത് അവൻ കൊടുത്തു. നിനക്ക് അങ്ങനെ തന്നെ വേണം.